നമ്മളെ വേലിച്ചീര ഉണ്ടാ ഒരുപാട് പടന്നിട്ടാ ഉണ്ടാ നിറയെ ആയി. ഇത് കാണാത്തവരെന്നും ഉണ്ടല്ലോ, എല്ലാവരും കണ്ടോട്ടാ. എന്നും ഇതന്നെ തോരൻ വെക്കുന്നു. നമുക്കിത് എത്ര തിന്നാലും മതിയാവില്ല ഉണ്ടല്ലേ. ഇടയ്ക്കിടയ്ക്കേ ഞാൻ വെക്കും. ഇത് കുറച്ചേ വെക്കുമല്ലോ. അതാണ്ട് പുതിയതായിട്ട് വരുന്നത് വേണ്ടതാ എന്നെ വരും. ഇതിൻ്റെ തലയോടെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് എടുത്ത് ഇതെല്ലാം എരിഞ്ഞെടുക്കുക. ഇളം തല ഇങ്ങനെ അധികം മേലോട്ട് പോകും ചെയ്യില്ല. ഇതെല്ലാം ഇങ്ങനെ എടുക്കുക ഉണ്ടല്ലേ. ഇതെല്ലാം ഇങ്ങനെ എരിഞ്ഞിട്ട് ഇറക്കുക ഇളം തലയെല്ലാം. ബാക്കിയെല്ലാം ഇതെല്ലാം ഇങ്ങനെ കീർന്നിട്ടിട്ട് മുറിച്ചെടുക്കൽ കഴുകിയിട്ട് നല്ലോണം വെള്ളത്തിൽ കുറേ ആകുമ്പോൾ ഒരു കുരു ഉണ്ടാവും. ഇനിതാ ഇല്ല കുരു മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കുരുവാവില്ല. ഇലക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് ഇതാണ്ടില്ലേ കുരു വന്നത്. അതെല്ലാം പറിച്ചിങ്ങനെ വെള്ളത്തിൽ നിറയെ വെള്ളമാക്കിയിട്ട് ഇട്ടാൽ അങ്ങ് താണു പോകും. ഇത് ഇല മേലേന്ന് വാരിയെടുത്താൽ മതിയല്ല. കുരുവാവല ഇതാണ്ടില്ലേ ആണല്ലേ. മൂത്താലൊന്നും പ്രശ്നമില്ല. ഈ ഇല അത്രയും രസമാണ്. കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിരുതാ ഉണ്ടല്ലേ. ഞാൻ പോയിട്ട് കുറച്ച് കാന്താരി മുളകും പറിച്ചിട്ട് വരാം. എൻ്റെ വീട്ടിലേക്കും ധാരാളം മതി. ഇത് നല്ലോണം ഉണ്ട്. ഇത് അമർത്തി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ. ഇതെല്ലാം മുറിക്കുമ്പോൾ പറക്കി കളഞ്ഞാൽ മതി. ചൊട്ടവലത്തെ ഇതാ നല്ല ചൊട്ടവലത്തെ ആണ്ടല്ലേ. എല്ലാം വേണ്ടുന്ന ആളെല്ലാം പറിച്ചുകൊണ്ട് ഉണ്ടായാൽ ആരെങ്കിലും പറിക്കുമല്ല, ആവശ്യക്കാർക്ക് കൊണ്ടുപോകല. ഇനി നടണം പുതിയതായിട്ട് തൈ ഉണ്ടാക്കിയിട്ട് നട്ടാൽ ആർക്കെങ്കിലും കണ്ടാൽ ആരെങ്കിലും കുറച്ച് കൊണ്ടുപോകില്ലേ. റംബൂട്ടാൻ നന്നായിട്ട് തീർത്തിട്ട് വരുന്നു. ഞാൻ അടുക്കള വേസ്റ്റും എല്ലാം കൂടെ ഇട്ടിട്ട് ഇപ്പം ഞാൻ മറ്റേ വെള്ളവും കോരി ഒഴിച്ചു. നമ്മൾ ഉണ്ടാക്കിയ ഇതല്ലേ ലായനിയാക്കിയിട്ട് അതും കൊണ്ടുപോയി നല്ല കറുപ്പ് വന്നില്ലേ. ഇനി എപ്പോഴും ഇങ്ങനെ ആക്കിയിട്ട് ഒഴിക്കാം. ഈ പറങ്കില ഇനി ഇത് ആദ്യം പിടിക്കും. ഇതിനെ ഒഴിച്ചാൽ ഇതിനെ ഒഴിച്ചിട്ടില്ല ഞാൻ. ഇതിന് കുറച്ച് മറ്റെന്തെല്ലാം ഇട്ടിന് ഞാൻ. അടുക്കള വേസ്റ്റെല്ലാം കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ. എല്ലാറ്റിനും ദിവസം കൊണ്ടുപോയിക്കും ഞാൻ. ആ പ്രാണി ഇരുന്നിട്ട് ഇങ്ങനെ ഉണക്കിപ്പോയത്. അത് തുമ്പിനെ കണക്കത്തെ ഇവിടെ എൻ്റെ തേങ്ങ ചെയ്ത് വിട്ടിട്ട് വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയിടാം. എല്ലാം മുറിച്ചിട്ട് എന്താ നല്ലോണം ഉണ്ടത്. ഉള്ളി ചുവന്നുള്ളിയും കാന്താരി മുളകും ഉപ്പും ഇത് ഒന്ന് ഞെരടി വെക്കായത് എല്ലാം ഒന്ന് തിരുമ്പി വെച്ചിട്ട് നന്നായി തിരുമ്പി വെക്കാം. ഒരു ചുവന്നുള്ളിയും കൂടെ കുട്ടിയിൽ ചുവന്നുള്ളി ഒന്ന് കുറച്ച് ഉള്ളി എത്രയായാലും രസമാണ്. ഉണ്ട് ഇതാ ഇത് ഏത് മണി എടുത്താൽ ഇതാ നമ്മളെ മാവിൻ്റെ മുകളിലത്തെ മിനിയുടെ കാളവരെ ഇതാ ഉണ്ടല്ലേ. ഇന്നലെ കുറേ പറിച്ചില്ലേ. ഇന്നലെയും കുറേ പറിച്ചു. ഇതാ മാവിൻ്റെ മുകളിൽ നിന്ന് പറിച്ചു തന്നാണ്ടാ. ഇതാണ് നല്ല രുചികരമായ വാളവര അല്ലേ. എത്രയാ ഒറ്റൊരു തയ്യാന്ന് എത്രയാ പറിച്ചതെന്ന് പറയാൻ കഴിയില്ല. അത്രക്ക് പറിച്ചു. നമ്മളെ വറവിന് ചട്ടിയുടെ അടുപ്പത്ത് വെച്ചു. ഒരൊറ്റ എണ്ണയിൽ എന്നിട്ട് ഇത് വാരിയിടാം. ചെറിയ ഉള്ളി ഇട്ട് കുറച്ച് ചുവന്നുള്ളി ഒന്നിട്ട് കുറച്ച് കാന്താരി മുളക് കുരുമുളകിൽ ഉപ്പും കൂട്ടിയിട്ട് തിരുമ്മി വെച്ചതായിരുന്നു. ഇനി വെള്ളമൊന്നും വേണമെന്നില്ല. കഴുകിയിട്ട് വെച്ചാലേ കഴുകിയ വെള്ളം തന്നെ മതിയില്ല. ഉപ്പും കൂടെ തിരുമ്മുമ്പോൾ നല്ല വെള്ളപ്പറ്റായില്ല. ഒന്ന് ഇളക്കിയിട്ടില്ല തട്ടിക്കൂട്ടി വെക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ വെള്ളം ഉണ്ട് നല്ല. ഒരുപാട് വേവൊന്നും ഇല്ല. മൂടി വെക്കാം. തേങ്ങ ചേരിയിട്ടുണ്ടതിന് ഇത് 2
കാന്താരി മുളകും കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയിട്ട് ഒറ്റയിട്ട് കറക്കൽ എന്നിട്ട് എടുത്തോണ്ടില്ല. ഇളക്കി വെളുത്തി വെച്ചിട്ടുണ്ട് എന്താണ്ടല്ലേ. കറക്കുമ്പോഴെല്ലാം കുറഞ്ഞില്ലേ, മുറിക്കുമ്പോൾ ഒരുപാട് കാണാനുണ്ടായിരുന്നു. നമുക്ക് തേങ്ങയിലിട്ട് കൊടുക്കാം. തേങ്ങയിട്ടൊന്ന് ഇളക്കുമ്പോൾ ഒന്ന് വലിഞ്ഞ് കിട്ടുന്നില്ല ഇതല്ലേ. മീനൊന്നും വേണ്ട, ഇത് ഇളക്കി വാങ്ങിയേ വേണ്ടു. പിന്നെ ചൈനീസ് ചീര, ചുക്കുറുമാനീസ്, വേലിച്ചീര എന്നെല്ലാം പറയും. നമ്മ വറവ് എന്നാ പറയലേ, തോരൻ എല്ലാം പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് തോരൻ. നമ്മ ഇല വറവ് അല്ലെങ്കിൽ എല്ലാം വറവ് എന്നേ പറയുന്ന. ഉപ്പേരി വറവ്, ഉപ്പേരി പറയുന്ന ആളുമുണ്ട്, വറവ് എന്ന് പറയുന്ന ആളുണ്ട്. അധികം നമ്മളെ ഭാഷ വറവാണ്. ഇലത്തോര, ഇല വറവ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്, അറിയാത്തവർ. അവളൊന്നും കിട്ടിയില്ലേ, അത് കണ്ടില്ല. ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒന്ന് ഇളക്കി വെക്കാം. തേങ്ങ ഒന്ന് വെന്തോട്ട് നമ്മൾ റെഡിയായി. ഇതാ ഞാൻ താളിക്കുന്നൊന്നുമില്ല, വറുത്തിടുന്നില്ല. ഞാനിത് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഇങ്ങനെ നനച്ചു കൊടുത്തു. താളിക്കുന്നവർക്ക് താളിക്കാം. എനിക്ക് പറങ്കിയും വാട്ടുപറങ്കി പിന്നെ കടുവ് എല്ലാം കൂടെ വറുത്തിടുന്നവർക്ക് ഇടാം. പിന്നെ അരി വറുത്തിടും, അങ്ങനെയെല്ലാം ഉള്ളവരുണ്ട്. നമുക്ക് അതിൻ്റെ ഗുണം കളയാതെയാണ് ഇപ്പോൾ വെളിച്ചെണ്ണ നനച്ചു കൊടുക്കുകയും ചെയ്തിട്ട് ഉണ്ടല്ലേ. നമ്മളെ ഇന്നത്തെ കറി ഇതാ മീൻ കറി. ഇത് ചാറാക്കിയതിന് കുറച്ച് കണ്ടില്ലേ, മീനിൻ്റെ പേരെനിക്കറിയില്ല. ഇത് കുറച്ചിങ്ങനെ വറ്റിച്ച് വെച്ച് കുരുമുളക് ഇട്ടിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞുമക്കളെ ഒച്ചയാണ് കളി തന്നെ എല്ലാവരും കൂടെ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.